ചെറുചേമ്പിൻ്റെ താളുകൾക്ക് ഒരു മണ്ടരിങ്ങ പ്രാണി പോലെ ഒരു പ്രാണി ഉറുമ്പുമായിട്ട് ബന്ധപ്പെട്ടത് വന്നായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതിനിപ്പോൾ ചെയ്യുന്ന വിദ്യയാണ് ഈ കാണിക്കുന്നത്. വെള്ളം സ്പ്രേ ചെയ്ത് ആ ജീവികളെ തുരത്തുക. കഴിഞ്ഞ ദിവസം ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്ലാന്റ് ഗാർഡൻ ഒരു ചെടികളെ സംരക്ഷിക്കാനുള്ളൊരു സ്പ്രേ ഉണ്ടായിരുന്നു. ആ സ്പ്രേ വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇലയുടെ അടിയിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ ഒന്ന് തിരിക്കേണ്ടിയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇലയുടെ താള് ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അന്നുണ്ടായിരുന്ന ഇലകളൊക്കെ വാടി. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഇലയ്ക്ക് അത് ചെയ്യാൻ എനിക്കൊരു ധൈര്യം പോരാ. അപ്പോഴാണ് ഈ സൂത്രം. ഞാൻ സ്ഥിരമായിട്ട് പയറിന് മണ്ടരിങ്ങ വരുമ്പോൾ ഈ ചെറിയ കറുത്ത പ്രാണികളെ ഞാൻ മണ്ടരിങ്ങ എന്നാണ് ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വരുമ്പോൾ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കും. പക്ഷേ അതൊരു മെനക്കെട്ട പണിയാണ്. ദിവസത്തിൽ 2-3 തവണയൊക്കെ ചെയ്യേണ്ടി വരും, എന്നാലേ അത് വിട്ട് നിൽക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ വരും, 2-3 ദിവസം സ്പ്രേ ചെയ്തിൽ പിന്നെയും കുറേ വരും. അപ്പോൾ ഓരോ പ്രാവശ്യം ചെടി നനയ്ക്കുമ്പോഴും ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഫുൾ തുരത്തി കളഞ്ഞാൽ എന്തായാലും ചെടിക്ക് ദോഷം വരില്ല. അതേ സമയത്ത് കുറച്ച് വെള്ളം നഷ്ടമാവുന്നല്ലേ ഉള്ളൂ. എല്ലായ്പ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ചേമ്പിൻ്റെ താളിലും കണ്ടില്ലേ പുതിയൊരു തരം ജീവികൾ. പയറിന് വരുന്ന മണ്ടരിങ്ങ പോലെയുള്ള ജീവിയാണ് കണ്ടിട്ട്. സൂം ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ ചെറുതാണ്, അതിനെക്കാട്ടും ചെറുതാണ്. ഇതിൻ്റെ പിന്നാലെ ഈ ഉറുമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഉറുമ്പിൻ്റെ ഒരു ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. സാധാരണ പയറിന് വരുന്ന മണ്ടരിങ്ങ അഥവാ ഫിഡുകൾക്ക് ഉറുമ്പുമായിട്ട് ബന്ധമുണ്ട്, ഉറുമ്പിൻ പശു എന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പോൾ ചേമ്പിൻ്റെ ആളിൻ്റെ മുകളിലും ഇലയുടെ അടിയിലൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഞാനിപ്പോൾ ഒരു സ്പ്രേ അടിച്ച് നോക്കാൻ പോവാം.